सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावतीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्रीगुरुभ्यो नमः। हरिः ओं। എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണ. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക. ആദിദൈവിക ആദിഭൗതിക ആധ്യാത്മിക താപങ്ങളാൽ എൻ്റെ സാധനകളെ വിഘ്നമുണ്ടാകരുതേ, അതിൽ നിന്നും എനിക്ക് കവചം തരണേ എന്ന് ഭഗവാനോടും ഗുരുപരമ്പരയോടും പ്രാർത്ഥിക്കുക. നമോ നാരായണ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയോധ്യായം ബ്രഹ്മവിദ്യാപ്രകരണം ചതുർത്ഥ ബ്രാഹ്മണം മൈത്രേയി ബ്രാഹ്മണം. മൈത്രേയിക്ക് യാജ്ഞവൽക്യ മഹർഷി സൃഷ്ടി കാരണം പരമാത്മാവ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന 3 ഉദാഹരണങ്ങളിലൂടെ നമ്മൾ കണ്ട്. ഒന്ന് ദുന്ദുഭിഹി അല്ലെ, ദുന്ദുഭ്യേ ഹന്യമാനസ്യ എന്ന ഉദാഹരണത്തിലൂടെ 7ാമത്തെ മന്ത്രം. അതിനുശേഷം 8ാമത്തെ മന്ത്രം ശംഖസ്യ ധമായമാനസ്യ, ശംഖനാഥത്തിൻ്റെ മന്ത്രം. അത് ഏതൊക്കെ രീതികളിലാണ് ആ ശംഖം മുഴക്കുന്നതെങ്കിലും ആ ശംഖിൽ നിന്നും വരുന്നത് ശംഖിൻ്റെ നാദമായിരിക്കും, അല്ലാതെ മറ്റൊരു ഉപകരണത്തിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു ശബ്ദം ഉണ്ടാകാൻ സാധ്യമല്ല. അതിനുശേഷം 9ാമത്തെ മന്ത്രത്തിൽ വീണായാം വാദ്യമാനായ എന്ന ഉദാഹരണം നമ്മൾ കണ്ടു. വീണയിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദവും അത് തന്നെയായിരിക്കും, വീണാനാഥമായിരിക്കും എന്ന് പറഞ്ഞു. അതായത് പരമാത്മാവിൽ നിന്നും ഉണ്ടായതൊക്കെ അത് തന്നെയാണ്, അതിൻ്റെ മൂർത്തവും അമൂർത്തവുമായ രൂപമാണ് എന്ന് പറഞ്ഞു തരാനായിട്ട് കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി 3 ഉദാഹരണങ്ങൾ സൃഷ്ടികാരണത്തിന് കണ്ടു. അതിനുശേഷം 10ാമത്തെ മന്ത്രം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. 10ഉം 11ഉം മന്ത്രങ്ങൾ ഒരുമിച്ച് പാരായണം ചെയ്യാം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക. ഒരുപാട് പേര് അറിയിച്ചിരുന്നു ക്ലാസ്സിന് വരാൻ പറ്റില്ല,
കറണ്ടിൻ്റെ പ്രശ്നം, മഴയുടെ പ്രശ്നങ്ങളെന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരിക്കുക. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കാരപൂർവ്വം കൃതജ്ഞതാപൂർവം ഇരിക്കുക. സയഥാ ആർദ്രയേത അഗ്നേ അഭ്യാഹിതാത് പൃഥക് ധൂമാഃ വിനിശ്ചരന്തി ഏവം വാ അരേ അസ്യ മഹതോ ഭൂതസ്യ നിശ്വസിതം ഏതത് ഋഗ്വേദാഃ യജുർവേദാഃ സാമവേദഃ അഥർവാംഗിരസഃ ഇതിഹാസഃ പുരാണം വിദ്യ ഉപനിഷദഃ ശ്ലോകാഃ സൂത്രാണി അനുവ്യാഖ്യാനാനി വ്യാഖ്യാനാനി അസ്യ ഏവ ഏതാനി നിശ്വസിതാനി. 10ാമത്തെ മന്ത്രത്തിൽ സൃഷ്ടി, പരമാത്മാവാണ് സൃഷ്ടി കാരണമല്ലയോ മൈത്രേയി, ആ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു. എന്താണ്? ഉപലക്ഷണമായിക്കൊണ്ട് വേദങ്ങളെ സൃഷ്ടിച്ചു. അതായത് വേദത്തിനകത്ത് എല്ലാം ഉണ്ട്. എങ്ങനെയാണ് സൃഷ്ടി നടത്തുന്നതെന്ന്, എങ്ങനെയാണ് സ്ഥൂല സൃഷ്ടി, സൂക്ഷ്മ സൃഷ്ടി, പ്രപഞ്ച സൃഷ്ടി, ദേവതാ സൃഷ്ടി, അങ്ങനെ സർവ സൃഷ്ടികളെ കുറിച്ചും പ്രതിപാദിക്കുന്നത് വേദത്തിലായതുകൊണ്ട് ഇവിടെ ആ സൃഷ്ടിയുടെ ഉപലക്ഷണമായി വേദങ്ങളെ പറഞ്ഞു. ഋഗ്വേദ, യജുർവേദം ഇത്യാദി ക്രമത്തിൽ വേദസൃഷ്ടി നടത്തി. അഥർവ അംഗിരസഹ എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇത് 2 മഹർഷിമാർക്കാണ് അഥർവണ വേദത്തിന് മന്ത്രങ്ങളെ ദൃശ്യമായത്. മന്ത്രദൃഷ്ടാക്കൾ അവരായതുകൊണ്ട് അവരോടുള്ള ആദരണാർത്ഥം യാജ്ഞവൽക്യ മഹർഷി 2 പേരുടെയും പേര് പറഞ്ഞു. അഥർവ അംഗിരസഹ, അഥർവണ മഹർഷി, അംഗിരസ മഹർഷി. പിന്നെ ഇതിഹാസം നമ്മൾ കണ്ടു. വേദത്തിൽ പരാമർശിക്കുന്ന ആഖ്യായികൾ. പിന്നെ പുരാണം, വേദത്തിൽ പുരാണം എന്നാൽ സൃഷ്ടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എല്ലാ ഭാഗങ്ങളെയും വേദപുരാണം എന്നാണ് വേദത്തിൽ പറയുന്നത്. അടുത്തത് വിദ്യ, നൃത്തവാദ്യാദി വിദ്യകളെ കുറിച്ചും വേദത്തിൽ പരാമർശിക്കുന്നു. അതിൻ്റെ വിസ്താരമാണ് പിന്നെ നമ്മൾ ഈ കാണുന്ന കലാരൂപങ്ങളൊക്കെ. അതിൻ്റെ ആരംഭം വേദത്തിൽ നിന്നാണ്. ഉപനിഷദഃ, മോക്ഷവിദ്യ പറയുന്ന വേദത്തിൽ പ്രതിപാദിക്കുന്ന മന്ത്രഭാഗങ്ങൾ ഉപനിഷത്ത്. ശ്ലോകാഹ എന്ന് വെച്ചാൽ ഒരു വേദത്തിൻ്റെ ഒരു ഭാഗത്ത് പറഞ്ഞ മന്ത്രങ്ങളെ അതേ വേദത്തിൻ്റെ മറ്റൊരു ഭാഗത്തോ അല്ലെങ്കിൽ മറ്റു വേദങ്ങളിലോ ആവർത്തനം വരുന്നുണ്ടെങ്കിൽ, വീണ്ടും പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട് ഇന്ന വേദത്തിൽ അല്ലെങ്കിൽ ഇന്ന വേദത്തിൻ്റെ ഇന്ന ഭാഗത്ത് എന്ന് പറയുന്നു. അപ്പോൾ അതിനെന്താണ് ശ്ലോകാഹ, തദപ്യേഷ ശ്ലോകോ ഭവതി എന്ന് കാണാം. അതിൻ്റെ അർത്ഥം ഇത് ആവർത്തനമാണ് എന്ന് നമ്മൾക്ക് സൂചന നൽകുകയാണ്. നമ്മൾ തൈത്തിരീയത്തിലൊക്കെ അത് കണ്ടു, ഇവിടെ തന്നെ ബൃഹദാരണ്യത്തിൽ കണ്ടു, മറ്റു പലയിടത്തും കാണും. അപ്പം ആ മഹാത്മാക്കളുടെ ആ ഒരു വിശാലത നോക്കൂ. അവർ പറയുകയാണ് ഇത് എൻ്റെ മന്ത്രമല്ല, ഇത് ഓൾറെഡി എനിക്ക് പൂർവികരായ മഹാത്മാക്കൾ അവർക്ക് മന്ത്രം ദർശിച്ചതാണ്, അവരാൽ ദർശിക്കപ്പെട്ട മന്ത്രമാണ്. അതിൻ്റെ പ്രാധാന്യം കൊണ്ട് ഞാൻ വീണ്ടും ഇന്ന ഭാഗത്ത് കൂട്ടിച്ചേർക്കുന്നു, അത് നിങ്ങൾ ഓർത്തോണേ. അതിനു വേണ്ടിയാണ് ശ്ലോകോ ഭവതി എന്ന് കാണുന്നത്. നമ്മൾ ഒരുപാട് സ്ഥലത്ത് അത് കാണുന്നതാണ്. മുക്തികോപനിഷത്ത് എടുത്തു നോക്കിയാൽ മനസ്സിലാകും. 2-ാം അധ്യായം മുഴുവൻ തദപ്യേഷ ശ്ലോകം എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ ശ്ലോകം എന്ന് പറഞ്ഞാൽ പഠിച്ചത് മുഴുവൻ, അല്ലേ? ഭഗവാൻ രാമചന്ദ്രപ്രഭു പറഞ്ഞു, ഹനുമാനെ, ഇത് എനിക്ക് എന്താണ് എൻ്റെ ഗുരുവായ വസിഷ്ഠ മഹർഷി പറഞ്ഞു തന്നത്, അത് ഞാൻ കടമെടുത്തുകൊണ്ട് നിനക്ക് പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞു. അല്ല, ഭഗവാൻ വരെ ആ മാതൃക കാണിച്ചു തന്നു, അല്ലേ? ഒന്നും കടമെടുക്കാൻ, എൻ്റേതൊന്നും സ്വന്തം എന്ന് പറയാൻ പാടില്ല. അത് ഗുരു പരമ്പരയോട് ചെയ്യുന്ന ഗുരുനിന്ദയാണ്. അതുകൊണ്ട് എന്താണ്, അവരോടുള്ള ആദരണാർത്ഥം കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മളത് പലയിടത്തും ഇനി കാണുമ്പോൾ ശ്രദ്ധിക്കണേ. അടുത്തത് സൂത്രാണി, ചെറിയ അല്പാക്ഷരങ്ങളിൽ പറഞ്ഞു തരുന്ന മന്ത്രഭാഗങ്ങൾ. അനുവ്യാഖ്യാനാനി, ഈ സൂത്രങ്ങളൊന്നും കണ്ടാൽ എല്ലാവർക്കും ഒന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. ഈ ചെറിയ അല്പാക്ഷരത്തിൽ പറഞ്ഞു തന്നെ എങ്ങനെ മനസ്സിലാവും? അതുകൊണ്ട് അവർക്ക് വേണ്ടി എന്താ, ആ അല്പാക്ഷരത്തിന്
വിസ്താരം ചെയ്തു പറഞ്ഞു കൊടുക്കും. അതാണ് അനുവ്യാഖ്യാനാനി. ആ വിസ്താരവും മനസ്സിലാകുന്നില്ല, വീണ്ടും വിസ്തരിക്കും. അതാണ് വ്യാഖ്യാനാനി. നമ്മളങ്ങനെ കണ്ട് ഇതൊക്കെ എന്താണ്? ഭഗവാന്റെ വിശ്വാസമാണ്. ഇതിനെയൊക്കെ ഭഗവാൻ എന്താണ്? ഒരു പ്രയാസവും കൂടാതെ, നമ്മൾ എങ്ങനെയാണ് ഉച്ഛ്വാസം ചെയ്യുന്നത് അതുപോലെ പ്രയത്നമൊന്നും കൂടാതെയാണ് ഭഗവാൻ സൃഷ്ടി നടത്തിയത് എന്ന് പറഞ്ഞു. 11ാമത്തെ മന്ത്രം നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. സയദാ സർവാസാം അപാം സമുദ്രം ഏകായനം ഏവം സർവേഷാ സ്പർശാന ത്വക് ഏകായനം ഏവം സർവേഷാം ഗന്ധാനാം നാസികേ ഏകായനം ഏവം സർവേഷാം രസാനാം ജിഹ്വേ ഏകായനം ഏവം സർവേഷാം രൂപാണാം ചക്ഷുഃ ഏകായനം ഏവം സർവേഷാം ശബ്ദാനാം ശ്രോത്രമേകായനം ഏവം സർവേഷാം സങ്കൽപ്പാനാം മന ഏകായനം ഏവം സർവേഷാം വിദ്യാനാം ഹൃദയമേകായനം ഏവം സർവേഷാം കർമാണാം ഹസ്തൈ ഏകായനം ഏവം സർവേഷാം ആനന്ദാനാം ഉപസ്ഥ ഏകായനം ഏവം സർവേഷാം വിസർഗാണാം പായുഃ ഏകായനം ഏവം സർവേഷാം അധ്വനാം പാദൗ ഏകായനം ഏവം സർവേഷാം വേദാനാം വാഗ് ഏകായനം. 11, 12 മന്ത്രങ്ങള് യാജ്ഞവൽക്യ മഹർഷി നമ്മുടെ മനസ്സിൽ ആ ഭാവന ഉണ്ടാകണേ, വിട്ടുപോകരുത്. ആ ആഖ്യായിക, ആ മഹാഗുരുകുലം, അവിടെ യാജ്ഞവൽക്യ മഹർഷിയാകുന്ന മഹാഗുരു മൈത്രേയിക്ക് ഉപദേശിക്കുകയാണ്. നമ്മളവിടെ ഉണ്ട് സൂക്ഷ്മമായിട്ട്, അല്ലേ? പണ്ടുണ്ടായിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. ത്രേതായുഗത്തിൽ നമുക്ക് ചിലപ്പോൾ പുല്ലായിട്ടോ, അല്ലേ, ചെറിയ പക്ഷിയായിട്ടോ കീടമായിട്ടോ ഒക്കെ അവിടെ ഇരുന്ന് കേട്ടിട്ടുണ്ടാകാം. അതിൻ്റെ പുണ്യമൊക്കെ എന്താണ് കൂടി 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 നമുക്ക് മനുഷ്യജന്മം കിട്ടി. വീണ്ടും എന്താണ് മനുഷ്യ ശരീരത്തിലിരുന്ന് കേൾക്കാൻ യാജ്ഞവൽക്യ മഹർഷി അവസരം തന്നു. അപ്പം ആ ഒരു ഭാവത്തോടു കൂടി വേണം മനസ്സിൽ ഭാവന ചെയ്യാൻ. എങ്കിലേ ഇത് എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നും. ഹരിയ 11, 12 മന്ത്രങ്ങൾ ലയകാരണം എന്ന് യാജ്ഞവൽക്യ മഹർഷി മൈത്രേയിക്ക് പറയുകയാണ്. പരമാത്മാവാണ് എല്ലാറ്റിൻ്റെയും ലയകാരണം. അതിന് ആദ്യം ജ്ഞാനേന്ദ്രിയങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിനു മുമ്പ് ഉദാഹരണം പറഞ്ഞിട്ട് ജ്ഞാനേന്ദ്രിയം പറഞ്ഞു. എങ്ങനെയാണോ ഈ നദികളിലെ വെള്ളമെല്ലാം സമുദ്രത്തിൽ ഏകായനം ചെയ്യുന്നത്, ഒന്നിക്കുന്നത്, അതുപോലെ ഓരോ ഇന്ദ്രിയങ്ങൾ പറയുകയാണ്. ആദ്യം ജ്ഞാനേന്ദ്രിയങ്ങൾ പറഞ്ഞു, അല്ലെ? ത്വക്ക്, അതിനുശേഷം നാസിക, അല്ലെ? അതിനുശേഷം ശ്രോത്രം, അതിനുശേഷം എന്താണ് ഗന്ധാനാം സർവേഷാം രസാനാം ജിഹ്വം പറഞ്ഞു, ജിഹ്വം, പിന്നെ ശബ്ദം, പിന്നെ എല്ലാം, അങ്ങനെ എല്ലാം പറയുന്നുണ്ട്. 5 ശബ്ദ സ്പർശ രൂപ രസഗന്ധം, ഇത് 5 ആദ്യം പറഞ്ഞു, അല്ലെ? ശബ്ദം ശ്രോത്രേന്ദ്രിയം, സ്പർശം ത്വകേന്ദ്രിയം പറഞ്ഞു, അല്ലെ? രൂപം നേത്രേന്ദ്രിയം പറഞ്ഞു, രസം രസനേന്ദ്രിയ രസാനാം ജിഹ്വേ ഏകായനം ജിഹ്വ പറഞ്ഞു, അല്ലേ? പിന്നെ ഗന്ധം നാസിക പറഞ്ഞു, 5 പറഞ്ഞു, അല്ലേ? ജ്ഞാനേന്ദ്രിയം മുഴുവൻ ആദ്യം പറഞ്ഞു. അവയൊക്കെ ഏകായനം ചെയ്യുന്നത്. ഏകായനം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടിരുന്നു. ഏകസ്യ പ്രാപ്തിസ്ഥാനം ഏകായനം, അതായത് ഒന്നിലേക്ക് കൂടുന്ന സ്ഥലം, അതിനെയാണ് ഏകായനം എന്ന് പറയുന്നത്. അതായത് ലയം പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞ് ആദ്യം ജ്ഞാനേന്ദ്രിയങ്ങൾ പറഞ്ഞു. നമുക്ക് ചൂട്, തണുപ്പ്, മൃദും, കഠിനം ഇത്യാദികളൊക്കെ നമ്മുടെ ത്വക്കിൽ സ്പർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വളരെ, നമ്മളൊരു വലിയ കല്ല് പോയിട്ട് സ്പർശിക്കുകയാണ്, അപ്പം ഇത് വളരെ കഠിനമാണ്, അല്ലേ? അല്ലെ മൃദുവായ ഒരു തലോടൽ, കാറ്റ് വന്നു, അപ്പം എന്താ ഇത് മൃദുവായതാണ്. ഇങ്ങനെയൊക്കെ വേർതിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ഇത് ചൂടാണ്, തണുപ്പാണ്, അല്ലേ? എന്തെല്ലാം
വ്യത്യസ്തമായ സ്പർശങ്ങളാണെങ്കിൽ നമുക്കത് വേർതിരിച്ചറിയാൻ സാധിക്കുന്നു. അത് ത്വകേന്ദ്രിയത്തിൻ്റെ ഗുണം കൊണ്ടാണ്. അങ്ങനെ എല്ലാം വ്യത്യസ്തമായ ഗന്ധം, വ്യത്യസ്തമായ രൂപങ്ങൾ എല്ലാം ആ ഇന്ദ്രിയങ്ങളിലേക്ക് ഏകായനം ചെയ്യുകയാണ്. ഈ രൂപമായിക്കോട്ടെ, രസമായി. അപ്പം നമ്മൾ മനസ്സിലത് ചിന്തിക്കണം. പല രൂപങ്ങൾ എൻ്റെ കണ്ണിലേക്ക് ഏകായനം ചെയ്യുന്നു, പല ശബ്ദങ്ങൾ എൻ്റെ ശ്രോത്രത്തിലേക്ക് ഏകായനം ചെയ്യുന്നു. അതായത് ലയിക്കുന്നു, അവിടെ കൂടിച്ചേരുന്നു. അപ്പോൾ ആ ഇന്ദ്രിയം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പല രൂപങ്ങളെ പലതായിട്ട് കാണാൻ സാധിക്കുന്നത്, പല ശബ്ദങ്ങളെ പലതായിട്ട് കേൾക്കാൻ സാധിക്കുന്നത്, അല്ലേ? വ്യത്യസ്തമായ സ്പർശങ്ങളെ എനിക്ക് വ്യത്യസ്തമായി തന്നെ അറിയാൻ സാധിക്കുന്നു. സെൻസേഷൻ ഇല്ലെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും എനിക്ക് അറിയാൻ പറ്റാണ്ടായാലോ? അപ്പോൾ ഇതൊക്കെ എനിക്ക് ഈ പ്രകൃതിയിലെ വൈവിധ്യങ്ങളൊക്കെ അതേ വൈവിധ്യത്തോടു കൂടി തന്നെ അനുഭവിക്കാൻ സാധിക്കുന്നതോ ആ ഇന്ദ്രിയങ്ങൾ അവയിൽ കുടികൊള്ളുന്ന ദേവത പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഇതൊക്കെ നമുക്ക് ഒരു നിമിഷം പോലും അകൃതാർത്ഥത്തോടു കൂടി ജീവിക്കാൻ സാധ്യമല്ല എന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തരികയാണ്. അപ്പം ഇതൊക്കെ ലയിക്കുന്നത് എവിടെയാണ്? പരമാത്മാവിലാണ്. ആ ലയസ്ഥാനം പറയുന്നു. അത് കഴിഞ്ഞ് മനസ്സ് പറഞ്ഞു. ജ്ഞാനേന്ദ്രിയം കഴിഞ്ഞു, അതിനുശേഷം മനസ്സ്, ബുദ്ധി. ആ അന്ധക്കരണം ഏകീഭവിക്കുന്നത് മനസ്സിലൂടെ എനിക്ക് സുഖചിന്തകൾ, ദുഃഖചിന്തകൾ, അല്ലേ, കാമചിന്തകൾ, ക്രോധചിന്തകൾ, എന്തെല്ലാം ചിന്തകളാണ് ഓരോ സെക്കൻഡ് ഇടവിട്ട് നമുക്ക് മാറി മാറി വരുന്നതും. ഒന്ന് ആലോചിക്കും. ഇപ്പം ഞാൻ നല്ല ഹാപ്പി ആയിരിക്കും, 5 മിനിറ്റ് കഴിഞ്ഞാൽ എന്തിനെന്നറിയില്ല ഞാൻ ദുഃഖിയായി മാറും. എനിക്ക് ദേഷ്യം വരും, അല്ലേ? എനിക്ക് വെറുതെ ഒരാളോട് ദേഷ്യം വരും. എത്ര പെട്ടെന്നാണ് ഈ വൈവിധ്യം ഉണ്ടാകുന്നത് മനസ്സിൽ. അപ്പോൾ അതൊക്കെ എന്താണ്? ആ മനസ്സിൽ ആ ചൈതന്യ സ്വരൂപൻ ഇരിക്കുന്നത് കൊണ്ടാണ്. ബുദ്ധിയിൽ നമ്മൾ എന്തെല്ലാം പഠിക്കുന്നു, അല്ലേ? അത് ആ ചെറുപ്പം മുതലേ ഓരോന്നിനെയും കണ്ടും കേട്ടും, അല്ലേ? അമ്മയും അച്ഛനും നമുക്ക് ആദ്യം പറഞ്ഞു തരുന്നു, ഇതാണ്, ഇത് നായയാണ്, ഇത് പൂച്ചയാണ്, അല്ല ഇത് മാങ്ങയാണ്, ഇത് ചക്കയാണ്, തേങ്ങയാണ്, എല്ലാം നമ്മൾ കണ്ട് പഠിക്കുമല്ലേ? അതെല്ലാം എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്തത്? ബുദ്ധിയിൽ. എന്നിട്ട് എന്താണ്? പിന്നീട് ബുദ്ധി വികസിക്കുന്ന അനുസരിച്ച് നമുക്ക് തന്നെ തിരിച്ചറിവുണ്ടായി, ഇത് മാങ്ങയാണ്, അല്ലേ? അഗ്നിയിൽ തൊട്ടാൽ പൊള്ളും, അതുകൊണ്ട് തൊടരുത്, അല്ലേ? അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഇത് ടീച്ചറാണ്, ഇതെൻ്റെ ചങ്ങായിയാണ്, അല്ലേ, ഇതെൻ്റെ ബന്ധുവാണ്, എല്ലാം നമുക്ക് ഓരോന്നും പറഞ്ഞ് അല്ലേ? സൂര്യനാണ്, ചന്ദ്രനാണ്, താരകങ്ങൾ, എല്ലാം നമ്മളങ്ങനെ കണ്ടല്ലേ പഠിച്ചത്. അതൊക്കെ എവിടെ സ്റ്റോർ ചെയ്തത്? ആ അറിവെല്ലാം ശേഖരിച്ചത് ബുദ്ധിയിലാണ്. ഇപ്പോൾ എന്തുകൊണ്ട്? ആ ബുദ്ധിയിലൂടെ ഉള്ള ഓരോ ഞരമ്പുകളും, അല്ലേ, അത് പ്രവർത്തിച്ച്, അതുകൊണ്ടാണ് പിന്നീട് എനിക്കതിന് പ്രത്യഭിജ്ഞ ഉണ്ടാകുന്നത്, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രത്യഭിജ്ഞ എന്ന് വെച്ചാൽ റീകളക്ഷൻ, അല്ലേ? ഞാൻ പണ്ട് കണ്ടതും കേട്ടതും ഒക്കെ ആയ കാര്യങ്ങൾ എന്തുകൊണ്ട് എനിക്ക് അറിയാൻ സാധിക്കുന്നു? വീണ്ടും പ്രത്യഭിജ്ഞ ഉള്ളത് കൊണ്ട്, റീകളക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ആ വിജ്ഞാനമായ കോശം പ്രവർത്തിക്കുന്നത് കൊണ്ട്. അതൊക്കെ ആരുടെ സഹായമാണ്? പരമാത്മാവിൻ്റെ. അല്ലേ? ഒരു ഞരമ്പ് അങ്ങോട്ട് തലച്ചോറിലേക്കുള്ളത് പോയാൽ മതി, പിന്നെ ഓർമ്മയില്ല. നമ്മളൊക്കെ ഇത് ജീവിതത്തിൽ കാണുന്നതാണ്, പലരുടെയും, നമ്മുടെ ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ, അല്ലേ? ഒറ്റ ഞരമ്പ് തലച്ചോറിലേക്കുള്ളത് ഒന്നൊന്ന് അവിടെ ബ്ലോക്കായാൽ മതി, ക്ലോട്ടായാൽ മതി ബ്ലഡ്, പിന്നെ പഴയതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. എത്ര ഭീകരമാണതൊക്കെ. അപ്പോൾ ഭഗവാൻ എനിക്കിതെല്ലാം സൗജന്യമായി തരുന്നുണ്ട്. നമുക്ക് 1-ാം ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മ ഉണ്ടാകാം, അല്ലേ? പല കാര്യങ്ങളും. അപ്പം അതിനൊക്കെ കൃതാർത്ഥത, ഇതൊക്കെ ലയിക്കുന്നത് പരമാത്മാവിലാണ്. അതാണ് ലയസ്ഥാനം എന്ന് പറയുന്നത്, അല്ലേ? അല്ല എൻ്റെ കഴിവുകൊണ്ടല്ല എനിക്ക് പ്രത്യഭിജ്ഞ ഉള്ളത്, അത് പറഞ്ഞു. അത് കഴിഞ്ഞ് കർമ്മേന്ദ്രിയങ്ങളുടെ ഓരോന്നായിട്ട് കർമ്മേന്ദ്രിയങ്ങൾ പറഞ്ഞു, അല്ലേ? ഉപസ്ഥം, വിസർജനേന്ദ്രിയം,
പായു, പാദം, വാക്ക്, ഇതെല്ലാം 5 കർമ്മേന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത്. അവയൊക്കെ ലയിക്കുന്നത് എവിടെയാണ്? ആ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ആ ഇന്ദ്രിയങ്ങൾ എവിടെയാണ് ഏകായനം ചെയ്തിരിക്കുന്നത്? എവിടെയാണ് അവയുടെ കേന്ദ്രബിന്ദു? പരമാത്മാവ്, ചൈതന്യം. ചൈതന്യം ആ ഓരോ ഇന്ദ്രിയങ്ങളിലും ഉള്ളത് കൊണ്ടാണ് അവ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവയൊക്കെ ലയിക്കുന്നത് അല്ലയോ മൈത്രേയി പരമാത്മാവിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ പറഞ്ഞു, 5 കർമ്മേന്ദ്രിയങ്ങൾ പറഞ്ഞു, മനസ്സ്, ബുദ്ധി എന്ന അന്ധക്കരണവും പറഞ്ഞു. അല്ലേ? ഇതിൽ കൂടുതൽ നമുക്കൊന്നുമില്ല അല്ലേ? ഈ ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയത്തിലും മനസ്സും ബുദ്ധിയിലും എല്ലാം അടങ്ങി നമ്മുടെ ശരീരത്തിലെ സർവ അംഗങ്ങളും അടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ സ്വന്തമായിട്ട് ഒന്നുമില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാം ലയിക്കുന്നത് പരമാത്മാവിലാണ്. അപ്പം ആ ഉദാഹരണം മറന്നു പോകരുത്. എങ്ങനെയാണോ നദികളിലെ ജലം സമുദ്രത്തിൽ ലയിക്കുന്നത് എന്ന് പറഞ്ഞു. നമുക്ക് അടുത്തതിലേക്ക് പോകാം. 12ാമത്തെ മന്ത്രം. ഇതിൻ്റെ തന്നെ തുടർച്ചയാണ് ലയസ്ഥാനത്തിൻ്റെ. എല്ലാത്തിൻ്റെയും ലയസ്ഥാനം പരമാത്മാവാകുന്നു. നമുക്ക് നോക്കാം. സ യഥാ സൈന്ധവഖില്യഃ. സൈന്ധവഖില്യഃ, സൈന്ധവ. മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകം 169ാമത്തെ പേജ് എടുക്കുക. അതിൽ തിരുത്തുണ്ട്. സ യഥാ സൈന്ധവഖില്യഃ, ഖില്യഃ വിസർഗമുണ്ട്. ഉദകേ പ്രാസ്ത ഉദകമേവ അനുവിലീയേത. അനുവിലീയേത ഒരുമിച്ചാണ്. ഉദകമേവ അനുവിലീയേത ന ഹ അസ്യ. അങ്ങനെ തന്നെ എഴുതണേ. ന ഹ അസ്യ ഉദ്ഗ്രഹണായ ഇവ സ്യാദ്. ഒന്നുകൂടെ പറയാ, ശ്രദ്ധിക്കണേ. ന ഹ അസ്യ ഉദ്ഗ്രഹണായ ഉദ്ഗ്രഹണായ ഇവ സ്യാദ് യഥോ യഥ ആദദീത. ഈ വാക്കുകൾ ഇച്ചിരി കട്ടിയാന്നേ ഉള്ളൂ, പക്ഷെ സംഭവം എളുപ്പമാണ്. ഉദ്ഗ്രഹണായ ഇവ സ്യാദ് യഥോ യഥ ആദദീത ലവണമേവ. നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? യഥോ യഥ ആദദീത ലവണമേവ. ആ, വെരി ഗുഡ്. ധന്യോസ്തി, കൃതകൃത്യോസ്തി. ലവണമേവ. ഏവം വാ അരേ. അവിടെ അരേ എന്നാണ് കേട്ടോ. അരേന്നാക്കുക. അല്ലയോ മൈത്രേയി. അരാന്നാണ്. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അത് മാറ്റി അരേന്നാക്കുക. മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകം പേജ് 169. ലവണമേവ ഏവം വാ അരേ ഇദം മഹദ്ഭൂതം. ഇദം മഹദ്ഭൂതം അനന്തം അപാരം വിജ്ഞാനഘന ഏവ. വിജ്ഞാനഘന ഏവ. വിരാമം. അവിടെ ഫുൾ സ്റ്റോപ്പാണ്. ഏവ. ഏതേഭ്യോ ഭൂതേഭ്യഃ സമുദ്ധായ താനി ഏവ അനു വിനശ്യതി. താനി ഏവ അനു വിനശ്യതി. ന പ്രേത്യ സംജ്ഞാ അസ്തി. സംജ്ഞാ അസ്തി ഇതരേ. സംജ്ഞാ അസ്തി ഇതരേ. ഇത്യരേ. ഇത്യരേ. ഇതി അരേന്ന. ഇതി അരേ. സംജ്ഞാ അസ്തി ഇത്യരേ.
സംജ്ഞാ അസ്തി ഇതി അരേ. അരേ മൈത്രേയി ഇതി അരേ. ബ്രവീമി. ബ്രവീമി ഇതി ഹോവാച യാജ്ഞവൽക്യഃ. ഒന്നുകൂടെ പറയേ, നമുക്ക് ഒരുമിച്ച് അന്വയിക്കാം, നിങ്ങൾ കൂടെ പറയുക. സയഥാ സൈന്ധവഖില്യഃ ഉദകേ പ്രാസ്ത ഉദകമേവ അനുവിലീയേത ന ഹ അസ്യ ഉദ്ഗ്രഹണായ ഇവ സ്യാദ് യതോ യത ആദദീത ലവണമേവ ഏവം വാ അരേ ഇദം മഹദ്ഭൂതം അനന്തം അപാരം വിജ്ഞാനഘന ഏവ ഏതേഭ്യോ ഭൂതേഭ്യഃ സമുദ്ധായ താനി ഏവ അനുവിനശ്യതി ന പ്രത്യ സംജ്ഞാ അസ്തി ഇതി അരേ ബ്രവീമി ഇതി ഹോവാച യാജ്ഞവൽക്യഃ. നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. സയഥാ സൈന്ധവഖില്യഃ ഉദകേ പ്രാസ്ത ഉദകമേവ അനുവിലീയേത നഹ അസ്യ ഉദ്ഗ്രഹണായ ഇവ സ്യാദ് യതോ യത ആദദീത ലവണമേവ ഏവം വാ അരേ ഇദം മഹദ്ഭൂതം അനന്തം അപാരം വിജ്ഞാനഘന ഏവ ഏതേഭ്യോ ഭൂതേഭ്യഃ സമുദ്ധായ താനി ഏവ അനുവിനശ്യതി ന പ്രത്യ സംജ്ഞാ അസ്തി ഇതി അരേ ബ്രവീമി ഇതി ഹോവാച യാജ്ഞവൽക്യഃ. സയഥാ സൈന്ധവഖില്യഃ ഉദകേ പ്രാസ്ത ഉദകമേവ അനുവിലീയേത നഹ അസ്യ ഉദ്ഗ്രഹണായ ഇവ സ്യാദ് യതോ യത ആദദീത ലവണമേവ ഏവം വാ അരേ ഇദം മഹദ്ഭൂതം അനന്തം അപാരം വിജ്ഞാനഘന ഏവ ഏതേഭ്യോ ഭൂതേഭ്യഃ സമുദ്ധായ താനി ഏവ അനുവിനശ്യതി ന പ്രത്യ സംജ്ഞാ അസ്തി ഇതി അരേ ബ്രവീമി ഇതി ഹോവാച യാജ്ഞവൽക്യഃ. ചാന്തോക്യ ഉപനിഷത്ത് സാമവേദം 6-ാം അധ്യായം 13-ാം ഖണ്ഡം 1 മുതൽ 3 വരെയുള്ള മന്ത്രം. 6.13 1 to 3. ചാന്തോക്യ ഉപനിഷത്ത് 6th അധ്യായം 13th ഖണ്ഡം പ്രഥമ മന്ത്രം ടു തൃതീയ മന്ത്രം. ചാന്തോക്യ ഉപനിഷത്ത് 6th അധ്യായം 6-ാം അധ്യായം 13th ഖണ്ഡം 13-ാം ഖണ്ഡം പ്രഥമ മന്ത്ര ടു തൃതീയ മന്ത്രം 1 മുതൽ 3 വരെയുള്ള മന്ത്രങ്ങൾ. ഇതേ കാര്യം ഉദ്ദാലക മഹർഷി ശ്വേതകേതുവിൻ്റെ അടുത്ത് പറയുന്നു. ഓർമ്മയുണ്ടോ? ശ്വേതകേതുവിൻ്റെ അടുത്ത് ഒരു കിണ്ണം നിറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അതിലോട്ട് ലവണം സൈന്ധവം ഒഴിക്കാൻ പറഞ്ഞു, അല്ലേ, ഇടാൻ പറഞ്ഞു, ഉപ്പിടാൻ പറഞ്ഞു. അപ്പോൾ ശ്വേതകേതു എന്ത് ചെയ്തു? ആ കിണ്ണത്തിൽ നിറച്ച് വെള്ളത്തിൽ എന്ത് ചെയ്തു? ഉപ്പിട്ട്. എന്നിട്ട് അത് രുചിച്ച് നോക്കാൻ പറഞ്ഞു, അല്ലേ. ഒരു കരണ്ടി കൊണ്ടുവന്നിട്ട് കരണ്ടി ഉപയോഗിച്ച് എന്ത് ചെയ്തു ശ്വേതകേതു? ആദ്യത്തെ മുകൾ ഭാഗത്തെ വെള്ളം എടുത്തു, അല്ലേ. കഥം ഇതി ലവണം ഇതി, എന്താണ് നീ രുചിക്കുന്നത് ശ്വേതകേതു? അപ്പൊ ശ്വേതകേതു പറഞ്ഞു, ലവണം ഇതി, അല്ലയോ പിതാവേ, ഉപ്പ് രുചിക്കുന്നു, ഉപ്പ് വെള്ളമാണ് ഞാൻ കുടിക്കുന്നത്, അല്ലേ. ശരി ശരി ശരി. എന്നിട്ട് എന്ത് ചെയ്തു? നടുഭാഗത്തുനിന്ന് വെള്ളം എടുക്കാൻ പറഞ്ഞു, അല്ലേ. ആ കരണ്ടി കുറച്ചുകൂടെ താഴോട്ട് ഇട്ട് ശ്വേതകേതു എന്ത് ചെയ്തു? നടുഭാഗത്തുനിന്ന് വെള്ളം എടുത്ത് കുടിച്ചു. അപ്പൊ എന്താണ്? കഥവിധി ലവണവിധി, അല്ലേ. എപ്പോഴും ഉപ്പ് രുചിക്കുന്നു. എന്നിട്ട് എന്താണ്? അവസാന ഭാഗം മൂലേ അഭ്യേ
അഗ്രേ മൂലഭാഗം, അഭ്യഭാഗം, ആർദ്രഭാഗം ആർദ്രഭാഗം അല്ലേ, 3 ഭാഗത്തു നിന്നും വെള്ളം കുടിച്ചു. കഥമിതി ലവണമിതി അല്ലേ, അത് തന്നെയാണ് ഇവിടെ. അതേ ഉദാഹരണം പറയുകയാണ്. നമുക്ക് പോകാം മന്ത്രത്തിലേക്ക്. അതായത് ആ വെള്ളം മുഴുവൻ എന്താണ്, ലയം സംഭവിച്ചു. എന്തിനാൽ? സൈന്ധവത്തിനാൽ. സൈന്ധവം എന്ന് വെച്ചാൽ എന്താണ്? ഉപ്പ് അല്ലേ, അല്ലെ, അങ്ങനെയാണ് സമുദ്രം എന്ന പേര്. സൈന്ധവം. സൈന്ധവാദ് ആച്ഛാദനീയം ഇത് സമുദ്രം. ഉപ്പിനാൽ ആച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്നു മുഴുവനും. അതിനെ എന്ത് വിളിക്കുന്നു? സമുദ്രം. അതിവിടെ പറയുന്നു സൈന്ധവം. സ യഥാ സൈന്ധവഖില്യഃ ഉദകേ പ്രാസ്ത ഉദകം ഏവ അനുവിലീയേത. അല്ലയോ മൈത്രേയി, എന്താണ് നീ എന്ത് ചെയ്യണം? സൈന്ധവഖിലം. സൈന്ധവഖിലം എന്ന് വെച്ചാൽ ഉപ്പിന്റെ വലിയൊരു കട്ട. അതാണ് നമ്മൾ പണ്ടൊക്കെ ഈ പീടികയിലൊക്കെ എന്താ കിട്ടുക? കല്ലുപ്പാണ് കിട്ടുന്നത്. ഇപ്പം ആരും കാണാറ് പോലും ഇല്ല കല്ലുപ്പ്. ഇവിടെയൊക്കെ നമ്മൾക്ക് എന്താണെന്നറിയോ, ഈ ഹിമാലയൻ സോൾട്ട് എന്ന് പറയും. ഇപ്പം നാട്ടിലൊക്കെ കിട്ടുന്നുണ്ടല്ലേ, വലിയ കല്ല്. നിരത്തുമ്മലൊക്കെ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ വലിയ കല്ലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് വന്നിട്ട് എന്ത് ചെയ്യും? പൊട്ടിക്കും. അതുപോലെ വലിയൊരു ഉപ്പിൻ്റെ കല്ല്. സഹദാ സൈന്ധവഖില്യഃ ഉദകേ പ്രാസ്ത. നീ എന്ത് ചെയ്യണം? അത് അല്ലയോ മൈത്രേയി, വെള്ളത്തിൽ ഈ ഉപ്പിൻ്റെ കട്ട ഇടണം. ആ വെള്ളത്തിൽ തന്നെ എന്ത് ചെയ്യണം? ഉദകം ഏവ അനുവിലീയേത. അനു എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി എന്നാണ് അർത്ഥം, പൂർണ്ണം എന്നാണ് അർത്ഥം. അനുവിലീയെന്ന് വെച്ചാൽ പൂർണ്ണമായും അതിൽ അലിഞ്ഞു ചേരും. നമ്മൾ ആ പരീക്ഷണം മനസ്സുകൊണ്ട് ചെയ്യുക അല്ലേ, ഛേദഗേദമൊക്കെ ചെയ്ത. അപ്പം നമ്മൾ മൈത്രേയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു യാജ്ഞവൽക്യ മഹർഷി. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളും ചെയ്യണം. വെള്ളത്തിൽ ഇട്ട ആ ഉപ്പ് കട്ട ആ വെള്ളത്തിൽ തന്നെ അലിഞ്ഞു ചേരുകയാണ് അല്ലേ. ന അസ്യ ഉദ്ഗ്രഹണായ ഇവ സ്യാത്. ന അസ്യ ഉദ്ഗ്രഹണം. ഉദ്ഗ്രഹണം എന്ന് വെച്ചാൽ അതിനെ എന്ത് ചെയ്യാണ്? വേർതിരിക്കുക. അതായത് ആ വെള്ളത്തിലേക്കിട്ട ഉപ്പ് കട്ട, രാമകൃഷ്ണദേവൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ് കേട്ടോ, ഉപ്പുപാവയുടെ ഉദാഹരണം. നമ്മൾ ഉപ്പുപാവകളാണെന്ന്. ആ പരമാത്മാവാകുന്ന മഹാസമുദ്രത്തിൽ ഈ ഉപ്പുപാവകൾ അലിഞ്ഞു ചേർന്നാൽ അതാണ് മോക്ഷമെന്ന് രാമകൃഷ്ണദേവൻ ഒരുപാട് ഉദാഹരണങ്ങളിൽ, ഒരുപാട് സന്ദർഭങ്ങളിൽ ഈ ഉദാഹരണം പറയാറുണ്ട് അല്ലേ. അത് തന്നെ. അതൊക്കെ എവിടെ നിന്നാണ്? അദ്ദേഹം സ്കൂളിൽ പോയിട്ടില്ല, ശാസ്ത്രം പഠിച്ചിട്ടില്ല, എഴുതാനും വായിക്കാനും അറിയില്ല. ആ ഉദാഹരണമൊക്കെ എവിടെ നിന്ന് കിട്ടി? അതാണ് അവതാര പുരുഷന്മാർക്ക് ശാസ്ത്രം വിട്ട് അവർക്കൊന്നുമില്ല. ശാസ്ത്രം പഠിക്കണമെന്നില്ല. നമ്മളെ പോലെ ഓൺലൈനില്ല, ഫേസ്ബുക്കില്ല, മൊബൈലില്ല, ഒന്നുമില്ല. പക്ഷെ അവർക്ക് ശാസ്ത്രം അറിയാം. ഇവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് അല്ലേ. അവരാ ഗുരു പരമ്പരയാണ് തുടരുന്നത്. ന അസ്യ ഉദ്ഗ്രഹണായ ഇവസ്യാത്. പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? അല്ലയോ മൈത്രേയി, എന്ത് ചെയ്യണം? അതിൽ നിന്നും ആ ഉപ്പ് കട്ട വേറെ വെള്ളം വേറെ എന്നത് ഉദ്ഗ്രഹണം ചെയ്യാൻ, വേർതിരിക്കുവാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അതിനുശേഷം എന്താ? യഥോ യഥ ആദതീയ. യഥഃ യഥഃ, അതാണ് യഥോ യഥ, വീണ്ടും വീണ്ടും, അതാണ് യഥോ യഥഃ ആദതീയ ലവണമേവ. അല്ലയോ മൈത്രേയി, എന്നാൽ എന്താണ്? ആ വെള്ളത്തിൻ്റെ ഏതൊരു ഭാഗത്തു നിന്നും അല്ലേ, അതാദ്യം മേൽഭാഗം കുടിച്ചു നോക്കിക്കോളൂ. അത് കഴിഞ്ഞ് വെള്ളം കുറച്ച് കളഞ്ഞിട്ട് മധ്യഭാഗത്തു നിന്ന് കുടിച്ചോളൂ. അത് കഴിഞ്ഞ് വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് ഏറ്റവും താഴ്ന്ന ഭാഗത്തു നിന്ന് വെള്ളം കുടിച്ചു നോക്കിയോളൂ. എന്താണ്? ലവണമേവ. അതിൽ ഉപ്പ് മാത്രമേ ഉള്ളൂ അല്ലേ. ലവണം, ഉപ്പിൻ്റെ രുചി മാത്രമേ അതിലുണ്ടാവുകയുള്ളൂ. ഏവം വ. ഉദാഹരണം കഴിഞ്ഞേ അല്ലേ. നമ്മൾ വിചാരിക്കുക ഇതൊക്കെ എത്ര സിമ്പിളായിട്ടുള്ള ഉദാഹരണം.
നഴ്സറി പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റും. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നെന്ന് നോക്കിക്കോളൂ. പറയുകയാണ് യാജ്ഞവൽക്യ മഹർഷി, ഏവം വാ അരേ അരേ മൈത്രേയി, ശ്രദ്ധിക്കണേ, നീ ഉപ്പിന്റെ പുറകെയും കിണ്ണത്തിന്റെ പുറകെയും പോവല്ല. അയ്യോ ഇത്രയും നേരമായി ഉപ്പൊഴിച്ച് വെച്ചിരിക്കുന്നതിന് എൻ്റെ കിണ്ണത്തിൽ ഓട്ട വീഴുവോ അല്ലേ? കുറേ സമയം ഉപ്പൊഴിച്ച് വെച്ചാൽ ഓട്ട വരും. അതുകൊണ്ടാണ് നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് ഭരണിക്കകത്ത് ഇട്ട് വെക്കുന്നത്. സ്റ്റീലിൻ്റെ ഒന്നും കിണ്ണത്തിലും എന്തോ ഉപ്പ് വെക്കാത്ത, അത് പിന്നെ ഓട്ട വീഴും. അതുകൊണ്ട് എന്താണ് ഭരണികളിലല്ലേ വെച്ചോണ്ടിരുന്നത് അല്ലേ? ഇപ്പൊ പിന്നെ പ്ലാസ്റ്റിക്കായി. മൈത്രേയിയുടെ ശ്രദ്ധ മുഴുവൻ ആ കിണ്ണത്തിന്റെ പുറകെ പോകാതെ, ആ പാത്രത്തിന്റെ പുറകെ പോകാതിരിക്കാനായിട്ട്, അരേ നീ തിരിച്ചു വരൂ മൈത്രേയി, ഉദാഹരണമൊക്കെ കഴിഞ്ഞു, നീ തിരിച്ചു വരൂ, നിന്റെ മനസ്സിനെ ഇവിടേക്ക് ശ്രദ്ധിക്കണേ. ഗുരുവിന്റെ വാത്സല്യം നോക്കൂ. ഗുരുനാഥൻ അറിയാം നമ്മളുടെയൊക്കെ തല. നമ്മൾ ഉദാഹരണം കേട്ടാൽ ഉദാഹരണത്തിന്റെ പുറകെ ഇങ്ങനെ വെച്ചു പിടിക്കും. പിന്നെ മനസ്സ് ബ്രഹ്മവിദ്യയിൽ നിന്നും മാറി ഉദാഹരണ വിദ്യയിലേക്കാകും. അതുകൊണ്ട് പറയുകയാണ്, ശ്രദ്ധിക്കണേ. ഏവം വാ അരേ മൈത്രേയി, നീ മടങ്ങി വരൂ. എന്താണ് ഏവം വാ? ഏവം വാ എന്ന് വെച്ചാൽ സിമിലർലി എന്നാണ്. ഇതുപോലെ, യഥാ ദൃഷ്ടാന്തേ, ഈ ഉദാഹരണം പോലെ. ഇതം മഹത്, ഈ മഹത്തായിരിക്കുന്ന, മഹത്ത് എന്ന് വെച്ചാൽ ഇവിടുത്തെ അർത്ഥം പരമാത്മാ, ശ്രേഷ്ഠനായിരിക്കുന്ന, നാശരഹിതനായ പരമാത്മാ, സത്യസ്വരൂപൻ എന്നുള്ള അർത്ഥമാണ് ഇവിടെ മഹത്ത് എന്ന വാക്കിന്. ഈ പരമാത്മാ എന്താണ്? മഹത്താണ്, നാശരഹിതനാണ്. ഭൂതം, മഹദ്ഭൂതം. ഈ പരമാത്മാവ് എന്നാണ് ഭൂതമാണ്. ഭൂതം എന്ന് വെച്ചാൽ 3 കാലത്തും ഉള്ളതെന്നാണ് ഭൂതം എന്ന വാക്കിന് ഇവിടുത്തെ അർത്ഥം. ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. ആ കാലത്തെ സൂചിപ്പിക്കാനായിട്ടാണ് ഇവിടെ ഭൂതം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പരമാത്മാവ് അല്ലയോ മൈത്രേയി നാശരഹിതനാണ്, 3 കാലത്തും നിലനിൽക്കുന്നതാണ്, അനന്തം. അടുത്തത് അനന്തം എന്ന് വെച്ചാൽ അന്തമില്ലാത്തവൻ, കാരണരഹിതൻ. അനന്തം എന്ന വാക്കിന് ഇവിടെ അർത്ഥം കാരണരഹിതൻ. ഒരു കാരണവും വേണ്ട സൃഷ്ടി നടത്താനും അതിനെ പാലിക്കാനും മറ്റൊരാളുടെ സപ്പോർട്ട് വേണ്ടെന്ന്. അതാണ് നമ്മളുടെയൊക്കെ ഈ ശരീരത്തിന് കാരണം മാതാപിതാക്കളാണല്ലേ. ആ കാരണമുള്ളത് കൊണ്ടാണ് ഞാനായ കാര്യമുള്ളത്. പരമാത്മാവിനോ എവിടെ മാതാപിതാക്കൾ അല്ലേ? ഒന്നും വേണ്ട. അതാണ് കാരണരഹിതൻ. അടുത്ത എന്താണ്? അനന്തം എന്ന വാക്ക്. സാധാരണ നമ്മൾ അനന്തം എന്ന് വെച്ചാൽ അന്തമില്ലാത്തവൻ എന്നാണ് അർത്ഥം. ഇവിടെ കാരണരഹിതൻ എന്നാണ് യാജ്ഞവൽക്യ മഹർഷി മൈത്രേയിക്ക് ഉപദേശിക്കുന്ന അനന്തം എന്ന വാക്കിന് അർത്ഥമെന്ന് ഭഗവത്പാദര് ഭാഷ്യത്തിൽ പറയുന്ന അർത്ഥമാണ് ഇത്. അടുത്ത എന്താ? അപാരം, പാരമില്ലാത്ത. പാരം എന്ന് വെച്ചാൽ എന്താണ്? ഒരറ്റം അല്ലേ? നദിയുടെയൊക്കെ പാരമില്ലേ, ഒരു തീരം, ഒരറ്റം. ആ അർത്ഥമാണ് അപാരം എന്ന് വെച്ചാൽ അവസാനമില്ലാത്തവൻ, പാരമില്ലാത്ത, അവസാനമില്ലാത്തവൻ, അപാരം. പരമാത്മാവിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലയോ മൈത്രേയി, പരമാത്മാവ് എന്താണ്? മഹത്താണ്, നാശമില്ലാത്തവൻ, സനാതനൻ. മഹത്തെന്ന സനാതനൻ, നശിക്കാത്തവൻ. ഭൂതമാണ്, 3 കാലത്തും ഉള്ളതാണ്. അനന്തനാണ്, സൃഷ്ടിക്ക് ഒന്നിൻ്റെയും ആവശ്യമില്ലാത്തവനാണ്. കാരണരഹിതനാണ്. അപാരനാണ് എന്ന് വെച്ചാൽ നാശമില്ലാത്ത, ഒരു പാരമില്ലാത്തവനാണ്. അവസാനമില്ലാത്തവൻ. എന്താണ് അപാരം എന്നാൽ? അവസാനമില്ല. നമ്മളൊക്കെ അവസാനിക്കും. കുറച്ച് വർഷങ്ങളോടെ കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭസ്മാന്തം ശരീരം അല്ലേ? പിന്നെ വല്ല വാഴയ്ക്കും വളമാവുകയുള്ളൂ അല്ലേ? എല്ലുപൊടിയൊക്കെ ഇടില്ലേ നമ്മൾ വാഴയ്ക്ക്, പച്ചക്കറിക്കൊക്കെ? അതുപോലെ നമ്മൾ വളമായി മാറും മണ്ണിന് അല്ലേ? നമ്മൾ ഈ പരിപാലിക്കുന്ന ശരീരം അല്ലേ? ഞാൻ എന്തൊക്കെ പ്രോട്ടീനാണ് കൊടുക്കുന്നത് അല്ലേ? എന്തൊക്കെ സോപ്പിട്ടാണ് കുളിക്കുന്നത് അല്ലേ? എന്തൊക്കെ പെർഫ്യൂം അടിക്കുന്ന, അവസാനം എന്താണ്? വാഴയ്ക്ക് വളമായി മാറും. പക്ഷെ പരമാത്മാവോ
അവസാനമില്ല. അതാണ് പറയുന്നത് അപാരം. അടുത്ത എന്താണ്? വിജ്ഞാനഘനം ഏവ. പരമാത്മാവ് എന്താണ്? വിജ്ഞാനഘനമാണെന്ന്. എന്നുവെച്ചാൽ സർവ വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സ്രോതസ്, ഉറവിടം. എല്ലാ അറിവും ഉണ്ടായിരിക്കുന്നത് എവിടെ നിന്ന്? എല്ലാ അറിവും, അത് പരാവിദ്യ ആയിക്കോട്ടെ അപരാവിദ്യ ആയിക്കോട്ടെ. രണ്ടു തരം വിദ്യയേ ഉള്ളൂ ലോകത്ത്, അല്ലേ? പരാചൈവ അപരാജ. മുണ്ടകോപനിഷത്ത് ഒന്നാം മുണ്ടകം ഒന്നാം ഖണ്ഡം, അല്ലേ? രണ്ടു തരം വിദ്യയേ ഉള്ളൂ. ആ വിദ്യക്കൊക്കെ ഉറവിടം അതാണ് വിജ്ഞാന ഘനം. ഘനം എന്ന് വെച്ചാൽ ഉറവിടം. ഖനി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അല്ലേ? ഖനി, സ്വർണ്ണ ഖനി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ആ സ്വർണത്തിൻ്റെ സ്രോതസ് അവിടെയുണ്ട്, ഇഷ്ടം പടി അവിടുന്ന് ഊറ്റി എടുക്കാം. അതാണ് പറയുന്നത്. പരമാത്മാവ് വിജ്ഞാനത്തിൻ്റെ, എല്ലാ അറിവിൻ്റെയും ഉറവിടമാകുന്നു, സ്രോതസ്സാകുന്നു എന്ന് പറയും. ആ ലക്ഷണങ്ങൾ ഇങ്ങനെ പറയുന്നു. അല്ലയോ മൈത്രേയി, പരമാത്മാവ് മഹത്താണ്, അല്ലെ? ഒന്നാമത്തെ ലക്ഷണം മഹത്ത്. 2 ഭൂതം, 3 അനന്തം, 4 അപാരം, 5 വിജ്ഞാനഘനം. ഈ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട്, ഇതൊക്കെ അധ്യാരോപ ലക്ഷണങ്ങളാണ് കേട്ടോ, അല്ലേ? ചതുർത്ഥ ബ്രാഹ്മണം മുഴുവൻ അധ്യാരോപമാണ്. മറന്നുപോലെ അധ്യാരോപ അപവാദം എന്നുള്ള 2 വാക്ക്. ഇതെല്ലാം പറഞ്ഞിട്ട്, അല്ലയോ മൈത്രേയി, ഏതേഭ്യഃ ഭൂതേഭ്യഃ സമുദ്ധായ. ഏതേഭ്യഃ എന്ന് വെച്ചാൽ സർവവും, എല്ലാം എന്നുള്ള അർത്ഥമാണ് ഏതേഭ്യഃ. ഭൂതേഭ്യഃ എന്ന് വെച്ചാൽ ജീവരാശികളും. അപ്പൊ എന്ന് വെച്ചാൽ ഏതേഭ്യഃ ഭൂതേഭ്യഃ എന്ന് വെച്ചാൽ, അല്ലയോ മൈത്രേയി, സർവ ജീവചരാചരങ്ങളും ജീവരാശികളും സമുദ്ധായ. സമുദ്ധായ എന്ന് വെച്ചാൽ അവയ്ക്ക് കാരണമായിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ, മുമ്പ് പറഞ്ഞ 5 ലക്ഷണങ്ങളോട്, 5ഒന്നും അല്ല കേട്ടോ, 5000 അല്ല, 50,000 അല്ല, ഒരുപാട് ലക്ഷണമുണ്ട് ഭഗവാന്, പരമാത്മാവിന്. പക്ഷെ ഞാനിവിടെ 5 നിന്നോട് പറഞ്ഞുള്ളൂ. കാരണം എന്താ? നിന്റെ ശ്രദ്ധ മടക്കി കൊണ്ടുവരാനായിട്ട്. അപ്പോൾ നീ ശ്രദ്ധിച്ചല്ലോ, ഇതൊക്കെയാണ് പരമാത്മാവിൻ്റെ ലക്ഷണം. ആ ലക്ഷണങ്ങളോട് കൂടിയ ഈശ്വരനാണ് സർവ ജീവചരാചരങ്ങളുടെയും സമുദ്ധാനം. സമുദ്ധാനം എന്ന് വെച്ചാൽ സൃഷ്ടി സ്ഥിതി ലയ കാരണം. സമുദ്ധാനം എന്ന വാക്കിൻ്റെ അർത്ഥം സൃഷ്ടി സ്ഥിതി ലയ കാരണം. എല്ലാവരും ഉണ്ടായിരിക്കുന്നത് പരമാത്മാവിൽ, എല്ലാവരും നിലനിൽക്കുന്നത് ആ ഈശ്വരനിലാണ്, അല്ലേ? എല്ലാവരും അവസാനം ലയം പ്രാപിക്കുന്നത് ആ പരമാത്മാവിലാണ് മൈത്രേയി. അതിനെയാണ് സമുദ്ധാനം, സമുദ്ധായ എന്ന വാക്കുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സൃഷ്ടി കാരണം, സ്ഥിതി കാരണം, ലയ കാരണം. നമ്മളൊക്കെ ഈ നിലനിൽക്കുന്നത് എവിടെയാണ്? പ്രാണനുള്ളത് കൊണ്ടാണ്, അല്ലേ? ആ പ്രാണസ്വരൂപൻ പരമാത്മാവാണ്. പ്രാണൻ നമ്മുടെയൊക്കെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയാലും നമ്മൾ എങ്ങടേക്കാണ് പോകുന്നത്? പരമാത്മാവിലേക്ക്, അല്ലേ? അതാണ് സമുദ്ധാനം. എവിടെ നിന്ന് വന്നു നമ്മൾ? ആ പഞ്ചമഹാഭൂതത്തിൽ നിന്ന്. പഞ്ചമഹാഭൂതം ആരുടെ സൃഷ്ടിയാ? ഈശ്വരൻ്റെ സൃഷ്ടി. അപ്പോൾ എന്തെങ്കിലും ആയിട്ടാണോ നമ്മൾ പറഞ്ഞത്? നങ്കായ നങ്ക ചാര, അല്ലേ? ഒന്നും ഇല്ലാണ്ട് വരുന്നു, ഒന്നും ഇല്ലാണ്ട് തന്നെ പോകണു. അതാണ് ഏതേഭ്യഃ ഭൂതേഭ്യഃ സമുദ്ധായ. ഏതേഭ്യഃ സർവ, അതിലാരും വിട്ടുപോകരുതേ. എൻ്റെ ബന്ധുവായിക്കോട്ടെ, എൻ്റെ ശത്രു ആയിക്കോട്ടെ, അല്ലേ? പക്ഷി മൃഗാദികളായിക്കോട്ടെ, ദേവതകളായിക്കോട്ടെ, എല്ലാം ഏതേഭ്യഃ, ഈ ബ്രഹ്മാണ്ടത്തിലുള്ള സർവ മൂർത്തമായോ അമൂർത്തമായോ സർവ ജീവരാശികൾക്കും പരമാത്മാവാണ് കാരണം എന്ന് പറയുന്നു. അതിനുശേഷം പറയും താനിയേവ അനുവിനശ്യതി. വീണ്ടും പറഞ്ഞതിന് ശേഷം ആവർത്തിക്കുകയാണ്, ലയം മാത്രം ആവർത്തിക്കുകയാണ്. താനി ഏവ, ഇവയെല്ലാം
താനി ഏവാന്ന് വെച്ചാൽ ഇവയല്ല, ഏവയെല്ലാം സർവജീവരാശികളും. അനുവിനശ്യതി, വീണ്ടും, അനു എന്ന് വെച്ചാൽ വീണ്ടും, വിനശ്യതി എന്ന് വെച്ചാൽ ലയം പ്രാപിക്കുന്നത്. ഇവയെല്ലാം വീണ്ടും ലയം പ്രാപിക്കുന്നത് പരമാത്മാവിലാണ്. സമുദ്ധായം ഓൾറെഡി പറഞ്ഞതാണ്, അതിൽ സൃഷ്ടിസ്ഥിതി ലയമുണ്ട്. എന്നിട്ടും ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മളൊക്കെ അവസാനം എവിടേക്കാണ് മടങ്ങി പോകുന്നത്? പരമാത്മാവിൽ. നമ്മൾ എവിടെ നിന്നാണ് വന്നത് അവിടേക്ക് തന്നെ മടങ്ങിപ്പോകും. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. എന്തിനു വേണ്ടി? നമുക്ക് ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. ആ മരണഭയം നമുക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അനുവിനശ്യതി എന്ന് പറഞ്ഞ് ആവർത്തിക്കുന്നത്. അപ്പോൾ ഒരു സന്തോഷമല്ലേ, ഓ ഞാൻ ഭഗവാനിലേക്കാണല്ലോ മടങ്ങി പോകുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല, എപ്പോൾ വേണേലും ഐ ആം റെഡി ടു ഗോ അല്ലേ, എവർ റെഡി ടു ഗോ. എപ്പോൾ വേണേലും ഞാൻ പോകാൻ തയ്യാറാണ്. കാരണം എന്താ? ഞാൻ അനുവിനശ്യതി, ഞാൻ ലയം പ്രാപിക്കുന്നത്, എൻ്റെ ഈ ശരീരമെല്ലാം ഞാൻ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ലയം പ്രാപിക്കുന്നത് പരമാത്മാവിലാണല്ലോ. പിന്നെ കോ ഭയം, എന്തിനു ഞാൻ ഭയക്കണം അല്ലേ? ഒരു ഭയവും വേണ്ട അല്ലേ. ദ്വിതീയാദ് വൈ ഭയം ഭവതി എന്നാണ് പറയുന്നത്. രണ്ടായിട്ട് തോന്നുന്നതുകൊണ്ടാണ് ഭയം ഉണ്ടാകുന്നത്. ഞാൻ വേറെ, ഈശ്വരൻ വേറെ എന്ന ആ രണ്ടെന്നുള്ള ഭാവം ഉള്ളത് കൊണ്ടാണ് ഭയം. ആ ഭാവം അരുതേ മൈത്രേയി, നീ രണ്ടല്ല, പരമാത്മാവിൽ നിന്നാണ് ഉണ്ടായത്, അതിൽ തന്നെ ലയിക്കും. അതാണ് പറയുന്നത് താനിയേവ അനുവിനശ്യതി. അതിനുശേഷം പറയുന്നു ന പ്രേത്യ. പ്രേത്യ എന്ന വാക്കിൻ്റെ ഇവിടെ അർത്ഥം എഴുതിക്കോളൂ, ജീവാത്മാ എന്നാണ്. പ്രേത്യ എന്ന വാക്കിന് ഇവിടുത്തെ അർത്ഥം പല അർത്ഥങ്ങളുണ്ട് കേട്ടോ. പ്രേത്യാസ്മാ ലോകാത് അമൃതാ ഭവന്തി, കേനോപനിഷത്ത് ദ്വിതീയ ഖണ്ഡം അവസാന മന്ത്രം അല്ലേ. പ്രത്യാസ്മാ, അവിടെ എന്താണ്? ജീവാത്മാ തന്നെയാണ് കേട്ടോ പ്രത്യാസ്മാത് എന്ന്, പ്രത്യ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇവിടെയും പ്രത്യ എന്ന് വെച്ചാൽ ജീവാത്മാ. ന പ്രത്യ സംജ്ഞാ അസ്തി ഇതി അരേ ബ്രവീമി. അല്ലയോ മൈത്രേയി, നീ ഇത് കേൾക്കണേ കേൾക്കണേ എന്ന് ആവർത്തിച്ച് പറയും. ഞാൻ നിന്നോട് പറയുന്നു. അരേ ബ്രവീമി, ഞാൻ നിനക്ക് വീണ്ടും വീണ്ടും ഉപദേശിക്കുകയാണ് മൈത്രേയി, നീ ഇത് ശ്രദ്ധയോടെ കേൾക്കണേ. എന്താണ്? ഒരു ജീവാത്മാവിനും, പ്രത്യ ഒരു ജീവാത്മാവിനും ന സംജ്ഞാ അസ്തി എന്ന്, അതായത് പ്രത്യേകം തനിയെ തനിയെ സംജ്ഞ. സംജ്ഞ എന്നാൽ അസ്തിത്വം എന്നാണ് അർത്ഥമേ. അസ്തിത്വം, ഒരാൾക്കും തനിയെ അസ്തിത്വമില്ല അല്ലേ. അതായത് ഞാൻ വിചാരിക്കും ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ, എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാം അല്ലേ, എനിക്ക് ആരുടെ സഹായം വേണ്ട അല്ലേ. നമ്മൾ സമാജത്തിൽ ജീവിക്കുന്ന, നമ്മൾ സാമൂഹ്യ ജീവിയാണ് അല്ലേ. നമുക്ക് ആരുടെ സഹായം ഇല്ലാതെ എത്ര കാലം ജീവിക്കാൻ പറ്റും? ഒക്കെ പറയാൻ എളുപ്പമാണ്, എനിക്ക് വിത്തം മാത്രം മതി, വേറെ ആരും വേണ്ട, ഒന്നും പറ്റൂല അല്ലേ. സമൂഹത്തിൻ്റെ മുഴുവൻ സഹായം ഉണ്ടെങ്കിലേ നമ്മൾ ജീവിക്കുന്നത് അല്ലേ. കർഷകരുടെ സഹായം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. ഭഗവാൻ ഫ്രീ ആയിട്ട് വായും വെള്ളവും തരുന്നതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നു. നമുക്ക് തനിയെ അസ്തിത്വം ഉണ്ടോ? ഇല്ല. ഇൻഡിവിജ്വാലിറ്റി അല്ലേ, അതാണ് അസ്തിത്വം അല്ലേ എന്ന വാക്കിൻ്റെ അർത്ഥം. അതില്ല. ന സംജ്ഞാ അസ്തി, ഒരു ജീവാത്മാവിനും തനിയെ നിലനിൽപ്പില്ല. അസ്തിത്വം എന്നതിന് നിലനിൽപ്പെന്നും പറയാം അല്ലേ, നിലനിൽപ്പില്ല. ഈ ഭൂമി ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയൂ, ഞാൻ സന്യാസിയാണ്, ഞാൻ തനിയാണ് ജീവിക്കുന്നത്, എനിക്ക് സ്വന്തമായിട്ട് കുടിയുണ്ട്, എൻ്റെ കുടിയേൽ ആരും വരില്ല ഇങ്ങനെയൊക്കെ പറയാൻ എളുപ്പമാണ് അല്ലേ. ആ ഗർവവും പാടില്ല മൈത്രേയി എന്ന് പറയുകയാണ്. നമുക്ക് തനിയെ ഒരാൾക്കും, അത് പശുപക്ഷ്യാദികളായിക്കോട്ടെ, മനുഷ്യാദികളായിക്കോട്ടെ, മറ്റേത് ജീവചരാചരങ്ങളായിക്കോട്ടെ, ഒന്നിനും തനിയെ അസ്തിത്വമില്ല, നിലനിൽക്കാൻ സാധിക്കില്ല അല്ലേ. അവരൊക്കെ നിലനിൽക്കുന്നത് ഈ ഭൂമി, പ്രകൃതി ഉള്ളത് കൊണ്ടാണ്
പ്രകൃതി പഞ്ചമഹാഭൂത സൃഷ്ടിയാണ്, പഞ്ചമഹാഭൂതം പരമാത്മ സൃഷ്ടിയാണ്. അത് നീ ഓർക്കണേ. അരേ ബ്രവീമി, അല്ലയോ മൈത്രേയി, നീ അത് മറന്നു പോകരുത്. നിനക്ക് മറക്കാനുള്ള സ്വഭാവം കൂടുതലാണ്. അതുകൊണ്ട് ബ്രവീമി, അഹം ബ്രവീമി, ഞാൻ നിന്നോട് വീണ്ടും വീണ്ടും പറയുന്നു. ഗുരുവിൻ്റെ കാരുണ്യം നോക്കൂ. എന്താണ് ശിഷ്യൻ്റെ ന്യൂനതയെന്ന് ഗുരുനാഥന് നന്നായിട്ടറിയാം. മരണഭയം എന്ന ന്യൂനതയുണ്ട്. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു, മരിക്കാൻ പേടിക്കണ്ട, നമ്മൾ ഭഗവാനിലേക്കാണ് ലയിക്കുന്നത്. പിന്നെ എന്താണ്, നമുക്ക് തനിയെ കാരണം ഇവിടെ എന്തിനാ പറഞ്ഞത്, അസ്തിത്വം എന്നുള്ള വാക്ക് ഒക്കെ നമുക്ക് അർത്ഥം പറഞ്ഞു പോകാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, എന്തിനാണ് നിനക്ക് സ്വന്തമായിട്ട് അസ്തിത്വമില്ലെന്ന് പറഞ്ഞത്. യാജ്ഞവൽക്യ മഹർഷി, ശ്രദ്ധിക്കണേ, യാജ്ഞവൽക്യ മഹർഷി മൈത്രേയനെ ഒറ്റക്കിട്ടിട്ട് പോവുകയാണ്. കാർത്യായനിക്ക് പകുതി സ്വത്ത് കൊടുത്തു, മൈത്രേയിക്ക് പകുതി സ്വത്ത് കൊടുത്തിട്ട് ഞാൻ പോവാന്ന് പറയാം. അപ്പം ഇനിയും മൈത്രേയി ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കാകുമ്പോൾ എന്താണ്, നമുക്ക് ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. അയ്യോ, ഞാൻ ഒറ്റയ്ക്കായി പോകും, മരിച്ചു പോയാൽ ആരറിയും, ഇല്ല എനിക്ക് രാത്രി എന്താ, നമുക്കൊക്കെ ഉണ്ട്. ഇല്ലെന്നൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ എല്ലാവർക്കും ഉണ്ട് അല്ലേ. അയ്യോ, ആരെങ്കിലും അറിയുമോ, എനിക്ക് മരിക്കാൻ നേരത്ത് ആരെങ്കിലും ഗംഗാജലം തരുമോ, മരിച്ചു കഴിഞ്ഞാൽ അയ്യോ എന്നെ ജലസമാധി ഇരുത്തുമോ, അതാണ് എല്ലാ സ്വാമിമാരുടെയും ഭയം. അല്ല അന്ന് വല്ലോ ഇവിടെ ഭൂമി കുലുക്കോ അല്ല ഇവിടെ മണ്ണിടിച്ചിലോ വല്ല ആണെങ്കിൽ അന്ന് ജലസമാധി നടത്തൂല. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ഈ ഫ്രിഡ്ജൊന്നുമില്ല. ശവം വെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, തണുപ്പത്ത് ഫ്രീസർ വെക്കൂലേ, 3 ദിവസം കാത്തിര, അതൊന്നും ഇല്ല ഇവിടെ. അയ്യോ, പിന്നെ ജലസമാധി നടത്തും. വലിയ വെള്ളപ്പൊക്കമാണ് ജലസമാധി നടത്തൂല, വെള്ളം കുറവാണ് നടത്തൂല. ഗംഗാജി ഇങ്ങനെ ശൂന്യമായിട്ട് ഒഴുകിയ ജലസമാധി നടത്തൂല ഇവിടെ. അല്ല, ഒരുപാട് നിയമങ്ങളുണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ. അയ്യോ, അപ്പോൾ അല്ല ഞാൻ നല്ല സമയത്ത് തന്നെ മരിക്കണേ, അമാവാസിയോ പൗർണമിയോ ആയിരിക്കണേ, ഇതൊക്കെ ഭയമാണ്. സന്യാസിയായിട്ട് കാര്യമില്ല, ഈ ഭയമൊക്കെ ഉണ്ട് അല്ല, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് മൈത്രേയിക്കും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ നിന്നോട് വീണ്ടും പറയുന്നു, മൈത്രേയി മരണഭയം പാടില്ല, അത് നമുക്ക് സാധനയ്ക്ക് തടസ്സമാണ്. അതുകൊണ്ട് ബ്രവീമി, ഞാൻ നിന്നോട് വീണ്ടും പറയുന്നു, നീ കേൾക്കണേ മൈത്രേയി, നിനക്ക് സ്വന്തമായി അസ്തിത്വമില്ല. ഇതിഹോവാച യാജ്ഞവൽക്യഃ, ഈ വിധം മൈത്രേയോടായിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി വീണ്ടും ഉപദേശം നടത്തി. അങ്ങനെ 12ാമത്തെ മന്ത്രം കഴിഞ്ഞു. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. ഇനി വളരെ തമാശയാണ്. ഇനി 13ാമത്തെ മന്ത്രം നിങ്ങളിപ്പോൾ ആരും വായിച്ചു നോക്കണ്ട കേട്ടോ, ഒരു സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ. 13ാമത്തെ മന്ത്രം തമാശയോട് തമാശ. മൈത്രേയി ഇത്രയും കഷ്ടപ്പെട്ട് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞിട്ടും മൈത്രേയി പറഞ്ഞു, ശരി ശരി ശരി, എനിക്കൊന്നും മനസ്സിലായില്ല. പാവം യാജ്ഞവൽക്യ മഹർഷി, അദ്ദേഹത്തിൻ്റെ കരുണ നോക്കണം, വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. നാളെ കാണാം. നമോ നാരായണ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഃ ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.